Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ പ്രൊജക്റ്റിലെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ടോ? ഇതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പ്രൊജക്ട് വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. ദെൻ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇതുവരെയായിട്ട് പ്രോജക്റ്റ് ചെയ്യാത്തവരുണ്ട്. അവരൊന്നും വൈവ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അഡീഷണൽ പേപ്പറാണ് അവർക്ക് ഡിഗ്രിക്ക് ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് പ്രൊജക്ട് വർക്കായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നത്. സോ തോൽപ്പിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്, ദെൻ ജയിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസും അസൈൻമെന്റ് സപ്പോർട്ടും പ്രോജക്ട് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആപ്പിലൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊജക്റ്റിൻ്റെ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ, കോൺടാക്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ പ്രൊജക്റ്റിൽ തോൽപ്പിക്കാറുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പുതിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ചിൻ്റെ റിസൾട്ട് തന്നെ വന്നിട്ടില്ല. എന്നാലും പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ടും നമ്മൾ ഒന്ന് കിടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പാസ് മാർക്ക് വേണ്ടത് പ്രൊജക്റ്റിൽ 35 മാർക്സ് ആണ്. ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണത്. 35 മാർക്കാണ് വേണ്ടത് 100-ൽ. കണ്ടോ, ദ ലേണർ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ദ ലേണർ ഷുഡ് ഗെറ്റ് എ മിനിമം ഓഫ് 35 മാർക്സ് ഇൻ ദ പ്രൊജക്ട്. If the learner fails to get a minimum in project report, he or she shall submit the project report after modifying it on the basis of the recommendation of examiners. അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ടിൽ നമുക്ക് മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ ഫെയിലിയർ ആയിട്ടുണ്ട് എങ്കിൽ, എക്സാമിനേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ അവർ പറയും നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വീണ്ടും വെക്കണം, എന്നാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. അപ്പോൾ പാസ്സാവാതിരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രോപ്പർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെങ്കിൽ വാല്യൂ ചെയ്യുന്നവർ അതനുസരിച്ചിട്ടേ മാർക്ക് ഇടുള്ളൂ. സോ നിങ്ങൾ വീണ്ടും ഇത് കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സാമിന് തോറ്റ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എഴുതണം എന്ന് പറയുന്ന പോലെ പ്രൊജക്റ്റിലാണ് എങ്കിൽ നിങ്ങളിത് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ടോട്ടൽ 100-ലുള്ള പ്രൊജക്ട് അസസ്മെൻറ്റ് 70-യും വൈവയ്ക്ക് 30-ആണ്. അപ്പോൾ നമ്മൾ വൈവയ്ക്കും പ്രിപ്പയർ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 30 മാർക്ക് വെറുതെ തരില്ലല്ലോ. ഒരു 10-20 മിനിറ്റിൻ്റെ വൈവ് ഉണ്ടായിരിക്കും. ടീച്ചേഴ്സിൻ്റെ മുമ്പിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വൈവിയും പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് രണ്ടും കൂടിയിട്ടുള്ള ഒരു 35 മാർക്ക് ലഭിക്കുള്ളൂ. നമ്മുടെ ടോട്ടൽ 70 മാർക്സിൻ്റെ സെപ്പറേഷൻ വരുന്നത്, ബ്രേക്ക് ഡൗൺ വരുന്നത് ഇങ്ങനെയാണ്. Relevance of the study 10 marks, problem identification 10, methodology 25, findings 10, reporting 5, then linkage in the study 5, outcome achieved 5. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോജക്റ്റ് ഒക്കെ ലിങ്ക്ഡ് ആണ്, ഓരോ കാര്യങ്ങളും ലിങ്ക്ഡ് ആണ്. ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ അത് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാർക്ക് കിട്ടും. ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതെങ്കിലാണ് നിങ്ങളുടെ മാർക്കൊക്കെ കുറയുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. പിന്നെ പറഞ്ഞ ദിവസത്തിന് സബ്മിറ്റ് ചെയ്യും വേണം. പിന്നെ പലരും സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം കൂടിയും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്രാവശ്യം സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ആവില്ല. നിങ്ങൾക്ക് എപ്പം ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക? ഇപ്രാവശ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് 1 വർഷം പോകുന്നുള്ളതാണ്. അപ്പോൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തല്ല വൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാതും 1 വർഷം കൂടിയും ഡിലേ ആവുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായും ഇതിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോകുക. എൻ്റെ അടുത്ത് ഇത്ര ദിവസമായിട്ട് കാര്യമായിട്ട് ഇതിൻ്റെ ഫെയിലിയറിനെ പറ്റിയിട്ട് അധികം മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. 1-2 ദിവസമായിട്ട് ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് മെസ്സേജ് വരുന്നത്, തോൽക്കാൻ സാധ്യതയുണ്ടോ, തോൽപ്പിക്കുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട്. സോ ഇതാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്ന് വെച്ചിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വർക്ക് ചെയ്യുക. പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.